ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മലൈക്കോട്ടെ വാലിബൻ വേഴ്സസ് എബ്രഹാം ഓസ്ലർ. എന്ത് അവിഞ്ഞ കമ്പാരിസൺ ആണല്ലേ. അല്ലെങ്കിൽ ഈ കമ്പാരിസന്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് പുതിയ മാനങ്ങളും പുതിയ ഉയരങ്ങളും പുതിയ റെക്കോർഡുകളും നമുക്ക് ലാലേട്ടൻ നേടിക്കൊടുക്കാം. നമുക്ക് ഗ്രൂപ്പായിട്ട് നിന്ന് നേടിക്കൊടുക്കാം. നിങ്ങൾക്ക് നെഞ്ചും പിരിച്ച് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന സിനിമയായിരിക്കും ഒഡിയൻ. നാടകം നമ്പർ 1 ഒഡിയൻ. ഒഡിയൻ 2, ഈ സിനിമ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക്കലി ബ്രില്യൻ ഫിലിം എവർ മെയ്ഡ്. ഈ സിനിമ കടൽ കണ്ടിട്ടില്ല, റിലീസിന് ശേഷം തിയേറ്ററിൽ പ്രേക്ഷകരും കണ്ടിട്ടില്ല. നാടകം നമ്പർ 2 മരക്കാർ ദി ലൈൻ ഓഫ് അറേബ്യൻ സീ. പിന്നെ ഏറ്റവും പുതിയ നാടകം. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി കഥ പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. മോനെ, ഈ സിനിമ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാനും ലിജോയും കൂടി വല്ലാത്ത പണ്ണലാണ് പണി വെച്ചേക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അതായിരിക്കും ഈ സിനിമ. ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ വേറൊരുത്തം പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ സിനിമ തിയേറ്ററിനകത്ത് റിലീസാകുമ്പോൾ പുറത്ത് നിന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്ക് തിയേറ്റർ കുലുങ്ങുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കളിച്ച ഒരു നാടകം നമ്പർ 3 മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ നമ്മളിതൊക്കെ പറയുന്നത് ലാലേട്ടനെ ട്രോളാനായിട്ടോ ലാലേട്ടൻ ഫിലിംസിനെ അവഗണിക്കാനായിട്ടോ ഒന്നുമല്ല. മലയാള സിനിമയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാപം. അതായത് ബിഗ് ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിൽ വരുന്ന ചിത്രങ്ങൾ, വളരെ പബ്ലിസിറ്റി കൊടുത്തു വരുന്ന ചിത്രങ്ങൾ ദാരുണമായിട്ട് പരാജയപ്പെടുന്നു. അത് ലാലേട്ടൻ്റെ മാത്രമല്ല, മമ്മൂക്കയുടെയും അങ്ങനെ പലരുടെയും എല്ലാവരുടെയും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മറിച്ച് കൊച്ചി ചിത്രങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ വളരെ വലിയ പ്രൊമോഷനോ വളരെ വലിയ ക്യാൻവാസോ ഒന്നുമില്ലാതെ വരുന്ന സിനിമകൾക്കൊക്കെ വളരെ വലിയ വിജയം നേടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വിജയം കൊണ്ട് മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് രോമാഞ്ചം, മാളികപ്പുറം പോലുള്ള സിനിമകളൊക്കെ വളരെ വലിയ ഹിറ്റുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക്. അപ്പോൾ ഈ സിനിമകൾ റിലീസായി നല്ല സാമ്പത്തിക വിജയം നേടിയാലും അത് മോളിവുഡിൽ നിന്നും, അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നമ്മുടെ ഓവർസീസ്, അതായത് മെയിനായിട്ട് ഗൾഫ് കൺട്രീസ് GCC, അവിടെ നിന്നൊക്കെയാണ് നല്ല കളക്ഷൻസ് വരുന്നത്. ബാക്കി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഒരു മലയാള സിനിമയ്ക്ക് പോയി വളരെ വലിയ റീച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആ റീച്ചിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് വൈസ് അല്ലെങ്കിൽ കൊമേഴ്സ്യലി അടുത്ത ലെവലിലേക്ക് കയറത്തുള്ളൂ. പാൻ ഇന്ത്യൻ ആ ലെവലിലേക്ക് നമുക്കും കയറണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ വലിയ ഹൈപ്പിൽ വലിയ പ്രൊമോഷനിൽ, ഉദാഹരണത്തിന് ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെ തന്നെ നമുക്ക് എടുക്കാം. ഈ സിനിമയ്ക്ക് വലിയ പോസിറ്റീവ് റിവ്യൂ ആണ് വന്നിരുന്നതെങ്കിൽ ഈ സിനിമ 100% മറ്റുള്ള സ്റ്റേറ്റ്സിലൊക്കെ കുറച്ചെങ്കിലും കളക്ഷൻ നേടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ നേടിയേക്കും. കാര്യം അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ കണ്ടന്റിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു സ്റ്റഫ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു നടന്മാർക്കും ഒരു ഡയറക്ടേഴ്സിനും. പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുത്ത് വരുന്നുണ്ട് കുറച്ചൊക്കെ, പക്ഷേ ആ പൈസയൊക്കെ വെള്ളത്തിലാകുമ്പോൾ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സും കൂടി കണ്ട് പേടിക്കുവാണ്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങേരുടെ ഹൃദയമെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവരെ 150-ലായിരിക്കും ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിൽ പുള്ളി ഭയങ്കര ടെൻഷൻ അടിച്ച് പ്രാന്തായിട്ടിരിക്കുകയായിരിക്കും. അത് കാണാൻ നേരത്ത് മറ്റൊരു പ്രൊഡ്യൂസർ ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇനി അടുത്ത എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ തന്നെ സിനിമ വരുന്നുണ്ട്. ആ സിനിമയിലൂടെ എങ്കിലും മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി അടുത്ത ലെവലിലേക്ക്, അതായത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറട്ടെ. ആ സിനിമയ്ക്ക് എന്തുകൊണ്ടും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. മലൈക്കോട്ടെ വാലിബൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഇതിനുള്ള വീഡിയോസിലും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ ട്രോളരുത്. LJP ആണ്. LJPനെ കുറിച്ച് എന്തും പറഞ്ഞു, ലാലേട്ടനെ കുറിച്ചും പറഞ്ഞു. കാര്യം അമ്മാര് തള്ളാണ് വന്ന് തള്ളിയത്. മര്യാദയ്ക്ക് നൻപകൽ നേരത്ത് മയക്കം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ലിജോയുടെ ഒരു ടിപ്പിക്കൽ പടമാണെന്ന് പറഞ്ഞാൽ പോരെ. ഇതിനകത്ത് മലൈക്കോട്ടെ വാലിബൻ. എന്തായാലും നമ്മൾ റിവ്യൂയിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നില്ല. റിവ്യൂസൊക്കെ കണ്ട് നിങ്ങൾ മടുത്തിരിക്കുകയായിരിക്കുമെന്ന് എനിക്കറിയാം ഗൈസ്. അപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് ശരിക്കും കടക്കാൻ പോയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എബ്രഹാം ഓസ്ലർ വേഴ്സസ് മലൈക്കോട്ടെ വാലിബൻ. കാര്യം വാലിബൻ എന്ന് പറയുന്ന ചിത്രം വളരെ വലിയ റെസ്പോൺസ് കിട്ടി വിജയമായിട്ട് മാറിയിരുന്നെങ്കിൽ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിസ്സാരമായിട്ട് തിയേറ്ററിൽ നിന്ന് കളമൊഴിഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ വാലിബന് കിട്ടിയേക്കുന്ന നെഗറ്റീവ് റെസ്പോൺസാണ്. നെഗറ്റീവ് റെസ്പോൺസിൽ നിൽക്കുന്ന വാലിബനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫാമിലി ഈ ആഴ്ച പടം കാണാൻ പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെയാണ്, ഞാൻ വീഡിയോ ഇടുന്നത് ഇന്നാണ്. അതായത് വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, ശനിയാഴ്ച ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ഒരു ഉച്ചയല്ല 11 മണി 11:30 സമയമായപ്പോഴത്തേക്കും ബുക്ക് മൈ ഷോയിൽ ചുമ്മാ കയറി ഓരോ മണിക്കൂറിൽ ടിക്കറ്റ് എത്രയും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം മലൈക്കോട്ടെ വാലിബൻ നോക്കിയപ്പോൾ 2.6K സംതിങ് ആണ് ഒരു മണിക്കൂറിൽ ബുക്ക് അയക്കുന്നത്. എബ്രഹാം ഓസ്ലർ നോക്കിയപ്പോൾ 1.6 or 4
ഒക്കെയാണ് ബുക്കായേക്കുന്നത്. അപ്പോൾ അതായത് എബ്രഹാം ഓസ്ലർ അടിച്ചടിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് 35 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ വന്നു, ഏകദേശം 20 കോടിക്കടുത്ത് കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ വന്നു. എന്നിട്ടും ഈ ടൈമിലും ഒരു ആവറേജ് റെസ്പോൺസ് കിട്ടിയ പടം തന്നെയാണ് എബ്രഹാം ഓസ്ലർ. മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു, ഹെവി പോസിറ്റീവോ ഹെവി നെഗറ്റീവോ ഒന്നുമല്ല. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷനിൽ വന്ന ജയറാം കേന്ദ്ര കഥാപാത്രമായി മമ്മൂക്ക തകർത്താടിയ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ സംബന്ധിച്ച് എല്ലാവരും 5-ാം പാതിര പ്രതീക്ഷിച്ച് പോയി. 5-ാം പാതിര എന്ന് പറയുന്ന സാധനം ഇനി മിഥുൻ മാനുവൽ തോമസിന് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഡീസൻറ്റ് സിനിമയാണ്. 5-ാം പാതിര എന്ന് പറയുന്നത് മാറ്റി നിർത്തിയിട്ട് കാണുകയാണെങ്കിൽ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത് ഗംഭീരമാണ്, എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ആ സിനിമയ്ക്കായിരിക്കും ഇപ്പം ഒരു ഫാമിലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. എബ്രഹാം ഓസ്ലർ കണ്ടിട്ടില്ലാത്തൊരു ഫാമിലിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. മലൈക്കോട്ടെ വാലിബൻ ലാൽ ഫാൻസും തീവ്ര ലാൽ ഫാൻസും തീവ്ര LJP ആരാധകരും ബുദ്ധിജീവികളൊക്കെ ചിലപ്പം ഇത്രയും നെഗറ്റീവ് വന്നിട്ടും കാണണമെന്ന് ആഗ്രഹിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണുമായിരിക്കും. അല്ലാത്തൊരു ഫാമിലിയെ സംബന്ധിച്ച് അവർ ചാൻസ് എബ്രഹാം ഓസ്ലറിനല്ലേ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ചിലപ്പോൾ 40 കോടിക്ക് മുകളിൽ കളക്ഷൻ വരും. ഇനി നല്ലൊരു മലയാള സിനിമയുടെ റിലീസിങ് വരുന്നവരെ ആ സിനിമയ്ക്കും തിയേറ്ററിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കോപ്പ് കുറച്ചുകൂടി മലൈക്കോട്ടെ വാലിബൻ വന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ വളരെ വലിയൊരു വിജയത്തിലേക്ക് പോകും. ഇപ്പോൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ബോക്സ് ഓഫീസിൽ. ഇനി അടുത്ത ലെവലിലേക്ക് പോകും ആ സിനിമ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മലൈക്കോട്ടെ വാലിബൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എബ്രഹാം ഓസ്ലർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ 2 സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? ഞാൻ ഈ 2 സിനിമകളുടെ റിവ്യൂ ഒന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഈ 2 സിനിമകളുടെ റെസ്പോൺസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സിനിമയുടെ റെസ്പോൺസ് കാരണം മറ്റു സിനിമയ്ക്ക് അത് പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി കൂടുതൽ പോസിറ്റീവിലേക്ക്, ഇനിയും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പോസിറ്റീവിലേക്ക് ഓസ്ലർ സിനിമ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീക്കെൻഡും കൂടി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഈ 2 സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായം? കണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, കണ്ടില്ലെങ്കിൽ മിണ്ടാതെ പോവുക. ഇപ്പോൾ രണ്ടാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.